ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടി 1900 കോടി രൂപ മാറ്റിവെക്കാൻ കിഫ്ബി ബോർഡ് യോഗത്തിൽ തീരുമാനം. MC റോഡ് വികസനത്തിന് വേണ്ടി 5217 കോടി രൂപ നൽകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 680 കോടി 45 ലക്ഷം രൂപയുടെ 14 പദ്ധതികൾക്കാണ് ഇന്നലെ ചേർന്ന കിഫ്ബി ബോർഡ് യോഗം ധനാനുമതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 56ാമത് കിഫ്ബി ബോർഡ് യോഗത്തിലാണ് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം. 1900 കോടി രൂപ ശബരി റെയിൽ പദ്ധതിക്കായി യോഗം നീക്കിവെച്ചു. പദ്ധതിക്കായി പ്രത്യേകം ഇനി ധനാനുമതിയുടെ ആവശ്യമില്ലെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകാൻ കിഫ്ബി CEOയെ ചുമതലപ്പെടുത്തിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. 1900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മലയോര റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയും കിഴക്കൻ മേഖലയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ശബരിപാത വിഴിഞ്ഞം വരെ നീട്ടുന്നതും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. MC റോഡ് വികസനവും ബോർഡ് യോഗം അംഗീകരിച്ചു. കേശവാസപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിൻ്റെ 4 വരി വികസനത്തിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് 5217 കോടി രൂപയാണ് കിഫ്ബി വഴി നമ്മൾ മാറ്റിവെച്ചത്. ഈ 5217 കോടിയിൽ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ ഈ ഭാഗത്ത് ബൈപ്പാസുകളുടെ പദ്ധതി കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. KSPSനായി 600 കോടി രൂപയുടെ പദ്ധതിയും തുടങ്ങും. ഇതുവരെയായി 38,608 കോടി രൂപയാണ് സംസ്ഥാനം കിഫ്ബി പദ്ധതികൾക്കായി ചെലവഴിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.